പൊതുവെ ആർത്തവ ദിനങ്ങൾ സ്ത്രീകൾക്ക് ശാരീരികമായും മാനസികമായും ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്ന സമയമാണ്. ഇതുമൂലം ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ധാരാളം സ്ഥാപനങ്ങൾ ആർത്തവ ദിനങ്ങളിൽ സ്ത്രീകൾക്ക് അവധി നൽകുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കാറുമുണ്ട്. എന്നാൽ ശാരീരിക അധ്വാനം വേണ്ടിവരുന്ന അടിസ്ഥാന ജോലികൾ ചെയ്യുന്ന സ്ത്രീകളുടെ കാര്യം പലപ്പോഴും അവഗണിക്കപ്പെടുന്നു എന്ന് വേണം കരുതാൻ. ആർത്തവ ദിനങ്ങളിൽ പ്രത്യേക പരിഗണനയോ അവധിയോ ഇല്ലാതെ ഇത്തരത്തിൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്ന വലിയൊരു വിഭാഗമുണ്ട് നമുക്കിടയിൽ. നടക്കുന്നതും അവിശ്വസനീയവുമായ അങ്ങനെയൊരു അവസ്ഥ നേരിട്ടറിയണമെങ്കിൽ മഹാരാഷ്ട്രയിലെ ബീഡ് ജില്ലയിലേക്ക് പോകണം. അവിടെ കാണാം പട്ടിണി അകറ്റാൻ ഗർഭപാത്രം ബലിയർപ്പിച്ച 100 കണക്കിന് സ്ത്രീകളെ. കരിമ്പ് കൃഷിക്ക് പേരുകേട്ട ഇടമാണ് ബീഡ്. പ്രതിവർഷം 1.25 ലക്ഷത്തിലധികം പേരാണ് ഇവിടെ കരിമ്പ് പാടങ്ങളിൽ പണിയെടുക്കാനെത്തുന്നത്. പകുതിയിലേറെ സ്ത്രീകൾ. കർണാടക, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നാണ് ഏറ്റവും അധികം ആളുകൾ എത്തുന്നതും. ഇവിടെയാണ് ഉള്ളുലയ്ക്കുന്ന തൊഴിൽ ചൂഷണം നടക്കുന്നതും. മഹാരാഷ്ട്ര ആരോഗ്യ വകുപ്പ് റിപ്പോർട്ട് പ്രകാരം 2024 മാത്രം ഇവിടുത്തെ സ്ത്രീ തൊഴിലാളികളിൽ 843 പേരാണ് ഗർഭപാത്രം നീക്കം ചെയ്യൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായത്. ഇവരിലാരും പൂർണ്ണ സമ്മതത്തോടെ ഇനിയൊരു കുഞ്ഞു വേണ്ട എന്ന തീരുമാനത്തിലെത്തിയവരോ രോഗം മൂലം ഹിസ്റ്ററിക്ടമി ശസ്ത്രക്രിയ വേണ്ടിവന്നവരോ അല്ല. മറിച്ച് ദിവസക്കൂലി നഷ്ടപ്പെടാതിരിക്കാനും കരാറുകാർക്ക് പിഴ നൽകാതിരിക്കാനുമാണ് അങ്ങേയറ്റം വേദനയുണ്ടാക്കുന്ന ഈ തീരുമാനമെടുക്കുന്നത്. കരിമ്പിൻ പാടത്ത് ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ 500 മുതൽ 1000 രൂപ വരെയാണ് ഇവർക്ക് നഷ്ടമാകുന്നത്. ആ നഷ്ടം എങ്ങനെയെങ്കിലും സഹിക്കാമെന്ന് കരുതിയാലോ തൊഴിൽ നൽകിയ കരാറുകാർക്ക് പിഴയും നൽകണം. ഇതു ഭയന്ന് ആർത്തവം പോലും വകവയ്ക്കാതെ വേദന സഹിച്ച സ്ത്രീകൾ കൃഷിയിടങ്ങളിലെത്തും. അമിത രക്തസ്രാവമുള്ള ദിവസങ്ങളിൽ പോലും അവധിയെടുക്കാൻ കഴിയില്ല എന്ന് ചുരുക്കം. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കനുസരിച്ച് രാജ്യത്ത് ഏറ്റവും അധികം വരൾച്ച നേരിടുന്ന പ്രദേശങ്ങളിലൊന്നാണ് ബീഡ്. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ മഹാരാഷ്ട്രയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് പേരാണ് കരിമ്പ് വെട്ടാനായി പോവുക. ഈ സമയത്ത് ബീഡിലേക്കും തൊഴിലാളികളുടെ ഒഴുക്കുണ്ടാകും. ജോലി തേടി ബീഡിലെത്തുന്ന ദമ്പതികളെ ഒറ്റ യൂണിറ്റായാണ് കരാറുകാർ കണക്കാക്കുന്നത്. 1 ടൺ കരിമ്പ് വെട്ടിയാൽ 250 രൂപയാണ് കൂലി. 3 മുതൽ 4 ടൺ വരെ കരിമ്പ് വെട്ടിയാൽ മാത്രമേ ഒരു ദിവസം 1000 രൂപയെങ്കിലും കിട്ടൂ. ഒരു ദിവസം എത്ര കരിമ്പ് വെട്ടണമെന്നും ടാർഗറ്റുണ്ട്. 12 മുതൽ 14 മണിക്കൂർ വരെയാണ് ജോലി. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ അവധി എന്നത് ബീഡിലെ സ്ത്രീകൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. 40 വയസ്സിന് താഴെയുള്ളവരെയാണ് കരാറുകാർക്ക് ആവശ്യം. 35 വയസ്സ് വരെയുള്ള ആർത്തവമില്ലാത്ത സ്ത്രീകൾക്കാണ് മുൻഗണന. ജോലി ലഭിച്ചില്ലെങ്കിലോ എന്ന ഭയത്താൽ 20കളിൽ പോലും ഗർഭപാത്രം നീക്കം ചെയ്യാൻ തയ്യാറാകുന്നവരാണ് ബീഡിലെ സ്ത്രീകൾ. കരാറുകാരുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറാകുന്നത്. ശസ്ത്രക്രിയയ്ക്കായി ശമ്പളം അഡ്വാൻസായി നൽകാനും കരാറുകാർ തയ്യാറാണ്. ശസ്ത്രക്രിയ കഴിഞ്ഞാൽ ഉടനെ കൃഷിയിടത്തിൽ പണിക്കിറങ്ങണം എന്ന കർശന നിബന്ധനയുമുണ്ട്. ശസ്ത്രക്രിയ കഴിയുന്നതിന്റെ പിറ്റേന്നു തന്നെ കരിമ്പ് വെട്ടാൻ ഇറങ്ങുന്നവർക്ക് കടുത്ത ശാരീരിക പ്രശ്നങ്ങളുണ്ടാകും. നടുവേദന, പേശിവേദന, അനീമിയ, ഹോർമോൺ വ്യതിയാനം, മറ്റു രോഗങ്ങൾ എന്നിവയിൽ ബുദ്ധിമുട്ടുകയാണ് ഇവിടുത്തെ മിക്ക സ്ത്രീകളും. ഇനി ഗർഭിണികളുടെ കാര്യമെടുത്താൽ പ്രസവാവധി ഇവർക്ക് സ്വപ്നം മാത്രമാണ്. കയ്യിൽ അരിവാളേന്തി കരിമ്പിൻ പാടങ്ങളിൽ നിൽക്കുമ്പോഴാണ് പലരും പ്രസവിക്കുന്നത്. ശൗചാലയം പോലുമില്ല. തന്റെ കുഞ്ഞിനായി ഒരു ദിവസം പാടത്തു നിന്ന് മാറി നിൽക്കാനും അനുവാദമില്ല. ജനിച്ച ദിവസങ്ങൾ മാത്രമുള്ള കുഞ്ഞിനെയും കൊണ്ട് കൃഷിയിടങ്ങളിൽ എത്തുന്ന സ്ത്രീകളും നിരവധിയാണ്. കുഞ്ഞിനെ നിലത്തെവിടെയെങ്കിലും കിടത്തി ജോലിക്ക് പോകുമ്പോഴുണ്ടാകുന്ന അപകടവും ബീഡിലെ സ്ഥിരം കാഴ്ചയാണ്. കരിമ്പ് കയറ്റി വന്ന ട്രാക്ടർ കുഞ്ഞിന് മുകളിലൂടെ കയറിയിറങ്ങി കുഞ്ഞു മരിച്ചിട്ട് അധികകാലമായിട്ടില്ല. ബീഡിൽ ജനിച്ചു വളരുന്ന പെൺകുട്ടികളുടെ അവസ്ഥയും ദാരുണമാണ്. ചെറുപ്രായത്തിൽ തന്നെ കരിമ്പ് തൊഴിലാളികളായ പുരുഷന്മാരെ വിവാഹം ചെയ്ത് അവർക്കൊപ്പം കൃഷിയിടത്തിലേക്ക് പോവുക. കുഞ്ഞുണ്ടായാലുടനെ ഗർഭപാത്രം നീക്കം ചെയ്ത് വീണ്ടും തൊഴിലാളികളായി കൃഷിയിടത്തിലേക്ക്. മറ്റൊരു ലോകം ഇവിടുത്തെ പെൺകുട്ടികൾക്കില്ല. ബീഡിലെ തൊഴിൽ ചൂഷണത്തെക്കുറിച്ച് മുൻപും വാർത്തകൾ വന്നിട്ടുണ്ട്. ആ സമയത്ത് മഹാരാഷ്ട്ര ചീഫ് സെക്രട്ടറിക്ക് ദേശീയ വനിതാ കമ്മീഷൻ നോട്ടീസ് അയച്ചിരുന്നു. ഇത്തരം ചൂഷണങ്ങൾ തടയണമെന്നും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവിടുത്തെ തൊഴിൽ ചൂഷണത്തിന് മാത്രം ഇപ്പോഴും ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ബീഡിലെ സ്ത്രീകളുടെ ദുരിത ജീവിതം ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു. എങ്കിലും വിഷയം കൂടുതൽ മാധ്യമ ശ്രദ്ധ നേടിയതോടെ ഉന്നതതല അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് അധികൃതർ അറിയിക്കുന്നു. ഇപ്പോൾ ആരോഗ്യവകുപ്പ് കരിമ്പ് തൊഴിലാളികളുടെ ക്ഷേമം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്.
If you like our content, please like, share and subscribe. Enable the bell icon to get the next interesting videos notification.